ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സുസ്മിത ശാലിനിക്ക് മുന്നിൽ തോറ്റിരിക്കുകയാണ്. അതെ, ഒരു പഴഞ്ചൊല്ല എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിച്ചോളുന്ന്. സുസ്മിത പറയും, ഇതുകൊണ്ടൊന്നും നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഇതൊരു സാമ്പിളാ, ഇതിന്റെ ഇരട്ടി പകയോടുകൂടി സുസ്മിത തിരിച്ചു വരൂടി. ശാലിനി പറയും, തൽക്കാലം ഇപ്പൊ കിട്ടിയതുകൊണ്ട് നീ അടങ്ങ്, എന്നിട്ട് വീട്ടിൽ പോയി വല്ല ഹരിനാമ ജപവും ചൊല്ല്, കുറച്ച് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. സുസ്മിത പറയും, എന്റെ കയ്യിൽ തെളിവ് നഷ്ടപ്പെട്ടത് നിന്റെ ഭാഗ്യം. ശാലിനി നിറഞ്ഞ് കളിയാക്കി ചിരിക്കുക. സുസ്മിത പറയും, അല്ലെങ്കിൽ എന്റെ കവിളിൽ വീണ ഈ അടി വീഴേണ്ടത് നിന്റെ അനുജത്തിയുടെയും കവിളിലായിരുന്നു. ശാലിനി പറയും, അതിപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ കയ്യിൽ നിന്ന് തെളിവ് നഷ്ടപ്പെട്ടതല്ല, ഞാൻ നഷ്ടപ്പെടുത്തിയതാ. സുസ്മിതയ്ക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്, ഞെട്ടി നിൽക്കണേ. ശാലിനി പറയും, വരുന്ന വഴി പോലീസ് ചെക്കിംഗ്. അപ്പോഴാ സുസ്മിത അത് ആലോചിക്കുന്നത്, കാറിനിറങ്ങുമ്പോ ഫോണ് കാറിന്റെ അകത്ത് വെച്ച് മറന്നുപോയ കാര്യം. ഈ സമയം സുനിത എന്ന് പറയുന്ന ആ പോലീസ് സുസ്മിതയുടെ ഫോൺ എടുത്ത് അതൊന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നീ മനസ്സ് കാണുന്നതിന്റെ 2 ദിവസം മുമ്പേ ഞാൻ മാനത്ത് കാണിച്ചു സുസ്മിതേ, ഇപ്പോ നീ പോ, എന്നിട്ട് ഇതിലും കൂടുതൽ ശക്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവാ. സുസ്മിതയ്ക്ക് ഇതും കൂടെ കേൾക്കുമ്പോ ദേഷ്യം ഇരട്ടിയാവാണ്. വിഷം കൂടിയൊരു പാമ്പിനെയാണ് നീ നോവിച്ചു വിടുന്നതെന്ന് നീ മറക്കണ്ട. ശാലിനി പറയും, എങ്കിലേ ഏതെങ്കിലും സർപ്പക്കാവിൽ പോയി ഒരു 100 പാലും കഴിച്ചോളാം. പിന്നെ ഞാൻ നിന്നെ സർപ്പായിട്ടൊന്നും കണ്ടിട്ടില്ല, നീയെ വെറും നീർക്കോലിയാ, കടിച്ചാൽ വിഷമില്ലാത്ത നീർക്കോലി ഇല്ലേ എന്നൊക്കെ ഇവര് മാത്രം കേൾക്കുന്ന ശബ്ദത്തിലാ പറയുന്നത്. അപ്പോഴേക്കും എല്ലാവരും ഇവരെ നോക്കുന്നുണ്ട്. വിഷ്ണു പറയും, ഇനി എന്താ നിൽക്കുന്നത്, ചെല്ല്, വിട്ടോ, ഇന്നത്തെ ഷോ കഴിഞ്ഞു, ചെല്ല്. ഭാമയും പറയും, ഡി ഇറങ്ങിപ്പോവാൻ. സുസ്മിത ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോ ശാലിനി പറയും, പോടി. അങ്ങനെ ദേഷ്യത്തോടു കൂടി ഒന്നുകൂടെ നാണം കെട്ടാണ് സുസ്മിത പോകുന്നത്. അപ്പോഴും വിചാരിക്കും, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, എന്റെ പദ്ധതികളെല്ലാം നീ തകർത്തു, എന്നെ അപമാനിച്ചു, ഇതിനെല്ലാം നിന്നെക്കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും, ഇല്ലെങ്കിൽ എന്റെ പേര് സുസ്മിതവല്ല എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ശാലിനിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ വിചാരിക്കുക. ശാലിനിയും തുറച്ചു നോക്കുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ സുസ്മിത അവിടുന്ന് പോകുന്ന സമയത്തൊക്കെ ശാലിനിയുടെ ഈ ഭാവമാറ്റവും പോയി കഴിയുമ്പോ സമാധാനായി എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഭാമ പറയും, എല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരുന്നപ്പോ ആ സുസ്മിത വന്ന് എല്ലാ സന്തോഷത്തെയും കളഞ്ഞു. ഇപ്പോഴും ശാലിനിയും ശ്യാമയും ശാരദാമ്മയൊക്കെ ടെൻഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഭാമ പറയും, എന്തായാലും അതങ്ങനെ കഴിഞ്ഞല്ലോ, ഇനി സമാധാനായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോഴും ശാലിനിക്കും ശ്യാമയ്ക്കൊന്നും ഒരു സമാധാനമായിട്ടില്ല. വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അല്പസമയം കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കണം അവര്. ആ മേശയുടെ അടുത്ത് തന്നെ സത്യഭാമ ആ കീ വെക്കുന്നുണ്ട്, വീടിന്റെ താക്കോൽക്കൂട്ടം. അങ്ങനെ രോഹിത്തെ, ശ്യാമേ, നമുക്കപ്പോ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം, ഇങ്ങോട്ട് നിക്കേ, വാ മോനെ, മോളെ എന്നൊക്കെ വിളിച്ച് 2 പേരെയും ചേർത്ത് നിർത്താണ്. കത്തിയൊക്കെ എടുത്തു കൊടുക്കും. ദാ 2 പേരും കൂടെ കേക്ക് കട്ടി. രോഹിത് പറയും, അപ്പോ എല്ലാവരുടെ ആശീർവാദവും അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാവണമെന്ന്, അടുത്ത വർഷവും ഇതുപോലെ സ്നേഹിച്ചും സന്തോഷിച്ചും ഞങ്ങളുടെ ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഈശ്വരൻ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർമ്മം ഞങ്ങൾ 2 പേരും കൂടെ നിർവഹിക്കാൻ പോകുന്നു. പോരെ? വിഷ്ണു പറയും, മതി, തകർത്തു, ഇനി മുറിച്ചോ. എല്ലാവരും നല്ല സന്തോഷത്തിലാണെങ്കിലും ശാലിനി ഇങ്ങനെ ടെൻഷനോട് കൂടി തന്നെ നിൽക്കുന്നത്. ശാലിനിയുടെ മുഖത്ത് ഈ സന്തോഷമില്ലായ്മയൊക്കെ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ കേക്ക് കട്ടിങ് ചെയ്യാൻ തുടങ്ങണേ. കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ശ്യാമയും രോഹിത്തും കൂടെ കേക്ക് കട്ട് ചെയ്യാണ്. എല്ലാവരും കൈയിടിക്കുന്നുണ്ട്. അപ്പോഴും ശാലിനിയുടെ മനസ്സ് അവിടെ അല്ലെന്ന് വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. വിഷ്ണു ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കയ്യിൽ പിടിക്കുമ്പോ ശ്യാമ പറയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോ. അങ്ങനെ ശ്യാമ ആദ്യം രോഹിത്തിന് കൊടുക്കും, രോഹിത് ശ്യാമയ്ക്കും, ശേഷം ഭാമയ്ക്ക് ഒരു കഷ്ണം കട്ട് ചെയ്ത് കൊടുക്കും, പിന്നീട് ശാലിനിക്കും, അങ്ങനെ ഓരോരുത്തർക്കും. അപ്പോഴും ശാലിനി ആകെ മൂഡ് ഓഫ് ആയിട്ടാ നിൽക്കുന്നത്. ഈ സമയത്ത് ശ്യാമയ്ക്കും, അല്ല പപ്പിമോളെയും സത്യമോളെയും കണ്ടില്ലല്ലോ. പൊന്നി പറയും, അയ്യോ ഞാൻ അവരെ വിളിക്കാൻ മറന്നുപോയി, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അപ്പോ രാഘവേട്ടൻ പറയും, പൊന്നി എനിക്ക് അല്പം ചൂടുവെള്ളം എടുത്തോണ്ട് വാ. അപ്പോ പൊന്നി അത് എടുക്കാൻ പോവും. ഈ സമയം ഭാമ പറയും, സുസ്മിത ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങ് നമുക്ക് നടത്താൻ പറ്റിയില്ല. ശാലിനി നോക്കിയിട്ട് പറയും, ഞാനത് ഇപ്പൊ നടത്താൻ പോവാണ്. ആ താക്കോൽക്കൂട്ട് എടുത്തിട്ട് പറയും, മോളെ ശാലിനി. ശേഷം പറയും, അപ്പോ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം അല്ലേ. രാഘവേട്ടൻ എന്ന് പറഞ്ഞ് തലയാട്ടും. ഭാമ പറയും, രാഘവേട്ടന്റെ അമ്മ എന്നെ ഏൽപ്പിച്ച അധികാരം ഈ നിമിഷം വരെ ഞാനത് ഭംഗിയായിട്ട് നടത്തിയെന്നാ എന്റെ വിശ്വാസം. ഇനി അല്പം വിശ്രമാവാം. ഇവരുടെയൊക്കെ സന്തോഷം കണ്ടേ രാഘവേട്ടനോടൊപ്പം. എന്താ രാഘവേട്ട, അതിനുള്ള സമയമായില്ലേ? രാഘവേട്ടൻ എന്ന് പറഞ്ഞ് തലയായിട്ടും. വിഷ്ണു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് 2 പേരെയും നോക്കും. അങ്ങനെ ഭാമ ശാലിനിയോട് പറയും, നിറഞ്ഞ മനസ്സോടെയും എല്ലാ അനുഗ്രഹത്തോടെയും നിനക്ക് നൽകുക ഈ വീടിന്റെ താക്കോല്. ഈ വീടിന്റെ അധികാരം ഞാൻ എന്റെ മൂത്ത മരുമകളായ ശാലിനി വിഷ്ണുവിനെ ഏൽപ്പിക്കുകയാണ്. ശാലിനിയുടെ മുഖത്ത് മാത്രം ഒരു സന്തോഷമില്ല, ബാക്കി എല്ലാവരും നല്ല ഹാപ്പിയാണ്. ദാ മോളെ, ദാ ഈ താക്കോല്, ദാ ഇത് ഇനി മുതൽ നിനക്ക് അവകാശപ്പെട്ടതാണ്.
എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ശാലിനിയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഭാമയുടെ കണ്ണിലേക്ക് നോക്കി നിക്ക ശ്യാമ. നല്ല സന്തോഷത്തിലാട്ടോ ശാരദാമ്മയും ദാ ഇത് വാങ്ങിക്കി എന്ന് പറഞ്ഞ് ഭാമ തന്നെ ശാലിനിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. എല്ലാവരും ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. ശാലിനി മാത്രം അപ്പോഴും വിങ്ങലോട് കൂടിയോ നിൽക്കുന്നത്. ഈ സമയം സത്യ നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലേക്കും കടന്നു വരാതെ ഞാൻ നോക്കിക്കോളാം. സത്യയുടെ പേരില് നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ശാലിനി താക്കോൽക്കൂട്ടം മുറുകെ പിടിക്കും. ശേഷം സത്യമേ എന്ന് വിളിച്ചിട്ട് അത് ഭാമയുടെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുക്കണേ. ഇത് കാണുമ്പോ എല്ലാവരും ഞെട്ടി നിൽക്കുക. എന്നിട്ട് പറയും എനിക്ക് വേണ്ടത് അധികാരമല്ല, അതിനേക്കാളും വലുത് എനിക്ക് എന്റെ മോള് തന്നെയാ. സത്യം മറന്നുള്ള ഒരു സ്ഥാനവും എനിക്ക് വേണ്ട. ഇത് കേൾക്കുമ്പോ വിഷ്ണു ഞെട്ടും. സത്യം മറന്നുള്ള സ്ഥാനോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഭാമറിയും ശാലിനി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ശാലിനി. മോളെ എന്റെ സർവ്വ ഐശ്വര്യങ്ങളും ഞാൻ നിനക്കായിട്ട് തരാ മോളെ. പകരം നീ എന്റെ മരുമകളായി എന്റെ മകന്റെ ഭാര്യയായിട്ട് മാത്രം നീ ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ എല്ലാവരും ശാലിനിയെ നോക്ക. ശാരദ പറയും മോളെ സത്യം ഇപ്പൊ പറഞ്ഞത് നമ്മൾ എല്ലാവരും ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ലേ, പിന്നെന്തിനാ അതിനെ എതിർക്കുന്നത്? ശാലിനി പറയും അമ്മ എന്തറിഞ്ഞിട്ടാ അമ്മ ഈ പറയുന്നത്? എന്നെ മാത്രമേ സത്യമ്മ ക്ഷണിച്ചിട്ടുള്ളൂ. എന്റെ മോള് സത്യയെ പണം നൽകി അകറ്റി നിർത്താനാ. ഇത് കേൾക്കുമ്പോ ശാരദാമ്മയും വിഷ്ണുവും രാഘവേട്ടനും ശ്യാമയും രോഹിത്തും എല്ലാവരും ഞെട്ടാ. ശാലിനി പറയും അതിന് എത്ര പണം വേണമെങ്കിലും മുടക്കാൻ സത്യമ്മ തയ്യാറാണ്. പണത്തിനു വേണ്ടിയും ഇവിടുത്തെ അധികാരത്തിനു വേണ്ടിയും ഞാൻ എന്റെ കുഞ്ഞിനെ മറക്കണോ? പറമ്മേ, അങ്ങനെ ആർക്കെങ്കിലും കഴിയോ? ഇപ്പോ ഭാമയുടെ മുഖം വീണ്ടും മാറി തുടങ്ങുന്നുണ്ട്, പഴയതുപോലെ ആവാ. ഇനി അവളെ കൂടി എന്നിങ്ങനെ ശാലിനിക്ക് അറിഞ്ഞോണ്ട് പറയാ. രാഘവേട്ടൻ പറയും എന്തൊക്കെയാ ഈ ഭാമ പറഞ്ഞു ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വന്തം മക്കളെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? മനസാക്ഷിയുള്ള ഏതെങ്കിലും അമ്മമാർക്ക് അതിന് പറ്റുമോ? ഇത് കേൾക്കുമ്പോ വിഷ്ണുവിനും ദേഷ്യം വരുന്നുണ്ട്. ഭാമ ഇങ്ങനെ ദേഷ്യത്തിലാ നോക്കുന്നത്. ശാരദാമ്മയും പറയും സത്യമേ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ എത്രയോ മുഖ്യമാണ്, അതുപോലെ തന്നെയാ എന്റെ മകൾക്ക് അവളുടെ മകളും. പണം കൊടുത്ത് മക്കളെ ഒഴിവാക്കാൻ പറയുന്ന ഏർപ്പാട് ഞങ്ങളുടെ കുടുംബത്തിലില്ല. അങ്ങനെ ക്യാഷ് വാങ്ങിച്ച് മക്കളെ വിൽക്കുന്ന ഏർപ്പാടും ഞങ്ങൾക്കില്ല. വിഷ്ണു അമ്മ പറഞ്ഞത് തിരുത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ചങ്കിൽ കൊള്ളുന്ന വാക്കുകൾ പറയുമ്പോ മനസ്സുകൊണ്ടും മൗനാനുവാദം കൊടുക്കുന്ന രീതിയിൽ നിൽക്കരുത്. അത് പിന്നീട് നിനക്ക് ദോഷം ചെയ്യും എന്നിങ്ങനെ വിരൽ ചൂണ്ടി പറയണേ. ഈ സമയം ശാലിനി അമ്മേ എന്ന് വിളിച്ച് കൈ പിടിച്ചു വെക്കും. ഇനിയൊന്നും പറയണ്ട, നമുക്ക് പോവാം. ശാരദാമ്മ പറയും ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ മോള് ഇങ്ങോട്ട് വന്ന് കയറിയത്. ആ സ്വപ്നങ്ങളൊക്കെ ഒരിക്കലും ഫലിക്കാത്തതാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വേണ്ടേ നമുക്കിവിടുന്ന് ഇറങ്ങാൻ? എല്ലാവരുടെ മുഖത്തും നല്ല വിഷമമുണ്ട്. ഭാമ ഇക്കാര്യത്തിൽ ഭാമയുടെ വാശി തന്നെയാ നിൽക്കുന്നത്. ശ്യാമയ്ക്കും എന്തൊക്കെയാ അമ്മ ഇത്? ശാരദാമ്മ പറയും മോള് കേട്ടതല്ലേ ഇതൊക്കെ, ഇനി ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ കുഞ്ഞേച്ചിയോട് ഇതൊക്കെ ആവശ്യപ്പെടാൻ പറ്റുമോ? ശ്യാമ ശാലിനെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കും ഇല്ലമ്മേ, പപ്പിമോളുടെ കാര്യത്തിൽ പറ്റിയതുപോലൊരു അബദ്ധം സത്യമോളുടെ കാര്യത്തില് എന്റെ കുഞ്ഞേച്ചിക്ക് പറ്റരുത്. ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. എനിക്ക് കുഞ്ഞേച്ചിയുടെ ഒരു ശാപം മതി, ഈ ശാപം കൂടി ഏൽക്കാൻ എനിക്ക് വയ്യ. ഇങ്ങനെ നോക്കുമ്പോ ശാലിനി പറയും ശ്യാമേ നീ വിഷമിക്കേണ്ട, വഴക്കിട്ട് പോകുന്നതൊന്നുമല്ല. സത്യം എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് പോവാ. ഇതേ സമയം സത്യയും പപ്പിയും ഫംഗ്ഷൻ നടന്നതും കേക്ക് കട്ടിംഗ് ഒന്നും അറിഞ്ഞിട്ടില്ല. സത്യ പറയും നമ്മളെ ആരും വന്ന് വിളിച്ചില്ലല്ലോ, അവിടെ ഫംഗ്ഷൻ തുടങ്ങിക്കാണോ? ശരിയാണല്ലോ, വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവരാ ടോയ്സ് അവിടെ വെച്ചിട്ട് താഴേക്ക് പോവാ. ഇതേ സമയം താഴെയാണെങ്കിൽ വിഷ്ണു ഇപ്പൊ നല്ല ദേഷ്യത്തിലാ ഭാമയെ നോക്കുന്നത്. ശേഷം ഭാമയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മേ എന്തിനാണ് അമ്മ ഇങ്ങനെ ഒരു പിടിവാശി? ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കണായിരുന്നോ? എല്ലാം നേരത്തെ തന്നെ ഒഴിവാക്കായിരുന്നില്ലേ? ഭാമ എടാ ഈ തീരുമാനം ഞാൻ എടുക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ശാലിനിയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. ഇപ്പോ സുസ്മിത വന്ന് പറഞ്ഞതുപോലൊരു വിഡിത്തം നാളെ നിന്റെ മുഖത്ത് നോക്കി സത്യയുടെ കാര്യത്തിലും ആരും വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി ഈ അമ്മ എടുക്കുന്ന മുൻകരുതലടാത്. അങ്ങനെ അങ്ങ് കൂട്ടിയാ മതി. ഇതിന്റെ വില ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല, കുറെ കഴിയുമ്പോ നിനക്ക് മനസ്സിലാകും അന്ന് അമ്മ ചെയ്തത് എന്തിനായിരുന്നു. ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ കരഞ്ഞു നിൽക്കണേ. വിഷ്ണു എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അമ്മേ എന്ന് വിളിച്ച് സത്യ വരണേ. സത്യയെ കാണുമ്പോ ശാലിനിയുടെ സങ്കടം ഇരട്ടിയാവും വിഷ്ണുവിനും. അങ്ങനെ സത്യയും പപ്പിയും കൂടെ താഴേക്ക് ഇറങ്ങി വരണേ. സത്യക്കും അയ്യോ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞോ, എന്താ ഞങ്ങളെ വിളിക്കാഞ്ഞത്? ആരും ഒന്നും പറയുന്നില്ല. ശാലിനിയുടെ മുഖം കാണുമ്പോ സത്യക്കും എന്താ അമ്മയെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? അമ്മ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ശാലിനി വീണ്ടും സങ്കടത്തിൽ കരയണേ. പപ്പിയും ചോദിക്കും എന്തിനാ സങ്കടപ്പെടുന്നത്, എന്താ ഉണ്ടായത്? ഈ സമയം ശാലിനി കരഞ്ഞോണ്ട് അവരുടെ അടുത്തിരുന്നിട്ട് രണ്ടുപേരെയും അങ്ങ് കെട്ടിപ്പിടിച്ച് കരയും. വിഷ്ണുവിനും ഇത് കാണുമ്പോൾ വലിയ സങ്കടാവുന്നുണ്ട്. അങ്ങനെ ശാലിനി രണ്ടുപേർക്കും ഓരോ ഉമ്മ കൊടുക്കും. രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് വയ്ക്കും. എന്റെ ഈ മോളെ മറക്കാനായിട്ട് എത്ര ലക്ഷം രൂപ ഇടാന്നാ സത്യമ്മ പറഞ്ഞത്? 5 10 അതോ കോടിയോ? പൊന്നുകൊണ്ട് കൊട്ടാരം പണിത് തരാന്ന് പറഞ്ഞാലും നൊന്ത് പെറ്റ അമ്മയ്ക്ക് സ്വന്തം മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അമ്മയെന്ന് വിളിക്കാനും പറ്റില്ല. ഇത് കേൾക്കുമ്പോ എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നത് ശ്യാമ തല താഴ്ത്തുന്നുണ്ട്. അതിനെ പ്രേരിപ്പിക്കുന്നവരെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് സർവേശ്വരൻ തീരുമാനിച്ചോളും. കാരണം അവസാനം ഏറ്റുപറയേണ്ടതും
കണക്ക് പറയേണ്ടതും അവിടെയാണ്. അദ്ദേഹം മറുപടി തന്നോളൂ. ഭാമ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കണേ. വിഷ്ണു ദേഷ്യത്തോടു കൂടി നോക്കി അവിടെ അങ്ങ് മാറിപ്പോവും. ശാരദ പറയും, സത്യമേ, ഞങ്ങൾ വന്നപ്പോ മുതലേ ശാലിനിയോട് കാണിച്ച എല്ലാ കാര്യത്തിലും സന്തോഷം തന്നെയാണ്. ഒരു മരുമകളോടും ഒരു അമ്മായിമ്മയും കാണിക്കാത്ത സ്നേഹപ്രകടനങ്ങളാ സത്യമ്മ കാണിച്ചത്. അതെല്ലാം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കൈകൂപ്പിട്ട് പറയും, ഇറങ്ങാ. ഒരുപാട് വേദനയോടെയാ ഈ വീടിന്റെ പടി ഇറങ്ങുന്നത്. കാരണം സ്നേഹിച്ച് വഞ്ചിക്കുന്നതിനേക്കാളും ക്രൂരതയാണ് സത്യമേ സ്നേഹം നടിച്ചു വഞ്ചിക്കുന്നത്. സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ ശ്യാമയോടും പറയും, പോട്ടെ മോളെ. ശേഷം ശാലിനി അടുത്തേക്ക് ചെന്നിട്ട് സത്യമേ എന്ന് വിളിക്കുമ്പോ സത്യഭാമ ദേഷ്യത്തിലാ ഇപ്പൊ ശാലിനിയെ നോക്കുന്നത്. ശാലിനി ഇങ്ങനെ നിറക്കണ്ണുകളോടെ ഭാമയെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്